കൊലപാതകങ്ങൾ പലപ്പോഴായി നടന്നതിൽ നിന്നും വ്യത്യസ്തമായി സ്ഥിരമായി കൂട്ടക്കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നു. ടോട്ടലായിട്ടുള്ള ഒരു 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 ഫെയിലിയർ, ഒരു തകർച്ചയാണ് ഇതുപോലെയുള്ള കൂട്ടക്കൊലപാതക പരമ്പരകൾക്ക് ഇടയാക്കുന്നത് എന്നാണ്. ആ കേസിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കുന്നു. അവസാനം അവർ ശിക്ഷിക്കപ്പെടുന്നു. കൊടും ക്രിമിനലുകളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുന്നു. ഈ കൊലപാതകം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല. CPM-കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിച്ചു. അവർ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ജയിലിന് മുന്നിൽ അവർക്ക് സ്വീകരണം കൊടുത്തു. ജയിലിലായി കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് പരോൾ കൊടുക്കാനുള്ളത്. കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നത് മാത്രമല്ല, കൂട്ടക്കൊലപാതകങ്ങളുടെ ഒരു പരമ്പര കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഈ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പം തൃശ്ശൂർ തന്നെ 1 മണിക്കൂറിനോ 2 മണിക്കൂറിനോ ഇടയ്ക്ക് വെച്ച് 3 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു കൊലപാതകം ഇപ്പോൾ റീസെൻ്റ്ലി നടന്നത്. അപ്പോൾ ഈ മദ്യലഹരിയും ഈ കറക്റ്റായിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെയും ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അവർക്ക് വളരെ നിസ്സാരമാണ്. കാര്യം നിയമം അവർക്കറിയാം. അതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് കൂട്ടക്കൊലപാതകമാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ രക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സുഖവുമാണ്. വെറുതെ നിൽക്കുന്ന ഒരാൾക്ക് ഒരാളെ കൊല ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്തോ ജയിലിൽ പോയി കിടന്നാലും 4 നേരം ഭക്ഷണം ഭയങ്കര. ഇപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കൊലപാതകങ്ങളും ക്രൈമും കൂടി വരികയാണ്. നമ്മുടെ സർക്കാരിന് ഇതിനൊരു തടയിടാൻ കഴിയുമോ? സുഹൃത്തെ, നമ്മൾ പ്രധാനപ്പെട്ട് കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 6-7 മാസക്കാലത്തെ ഒരു സാഹചര്യമാണ് നമ്മൾ പുതിയതായിട്ട് എടുത്ത് നോക്കേണ്ടത്. അതിനു മുമ്പും കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 6-7 മാസക്കാലത്തെ അനുഭവം നമ്മളെടുത്ത് നോക്കിയാൽ കൂട്ടക്കൊലപാതകങ്ങൾ കേരളത്തിൽ ഒരു തുടർക്കഥയായി മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ചേന്നമംഗലത്തൊരു 3-4 പേരെ ഒരു ചെറുപ്പക്കാരൻ കൊന്നു. തൃശ്ശൂരിലെ ചെന്താമര എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടാൾ ഒരു 3-4 ആളുകളെ കൊന്നു. ഇപ്പോൾ വെഞ്ഞാറമൂടിൽ അഫാൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിൽ 5 പേരെ കൊന്നു. ഇപ്പോൾ ഇന്നലെ പാലക്കാട് ഒരു 3-4 സ്കൂൾ വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിയെ തലക്കടിച്ചു കൊന്നു. അപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമെന്ന് പറയുന്നത്, കൊലപാതകങ്ങൾ പലപ്പോഴായി നടന്നതിൽ നിന്നും വ്യത്യസ്തമായി സ്ഥിരമായി കൂട്ടക്കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നു. കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നു മാത്രമല്ല, കൂട്ടക്കൊലപാതകങ്ങളുടെ ഒരു പരമ്പര കേരളത്തിൽ നടക്കുന്നു. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമാണ്. ആ കൊലപാതകങ്ങളിൽ ഏറിയ പങ്ക് കൊലപാതകങ്ങളും നടത്തുന്നത് ചെറുപ്പക്കാരാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊലപാതകം നടത്തിയിട്ടുള്ള ചെറുപ്പക്കാർക്കും അവർ ചെയ്തിട്ടുള്ള കുറ്റത്തെക്കുറിച്ചിട്ട് അവർ വളരെ ലളിതമായിട്ടാണ് അതിനെ കാണുന്നത് എന്നത് നമ്മൾ കാണുന്നുണ്ട്. വളരെ ക്രൂരമായിട്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൊലപാതകം നടത്തിയാലും തങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രെൻഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു വലിയ തകർച്ചയായിട്ട് നമ്മൾ ഇതിനെ കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്കിതിനെ മാറ്റിവെക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ, ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഗുരുതരമായിട്ടുള്ള എന്തോ പെശക് സംഭവിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് വേണം ഈ കൂട്ടക്കൊലപാതകങ്ങളുടെ പരമ്പരയെ കാണാൻ എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ ഭരണവ്യവസ്ഥയുടെ സമ്പൂർണമായിട്ടുള്ള തകർച്ചയാണ്. അതായത് നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ, നമ്മുടെ ഒരു ഭരണക്രമത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു ഫെയിലിയർ, ഒരു തകർച്ചയാണ് ഇതുപോലെയുള്ള കൂട്ടക്കൊലപാതക പരമ്പരകൾക്ക് ഇടയാക്കുന്നത് എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് നിരീക്ഷിക്കാനുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ കൊലപാതകം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല. ഇപ്പം നമ്മൾ കൊല നടത്തിയാലും നിങ്ങൾക്ക് ചിലപ്പോൾ ശിക്ഷ കിട്ടും. ശിക്ഷ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ എല്ലാ സ്വാതന്ത്ര്യങ്ങളും, സർവതന്ത്ര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കും. ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ കാര്യമായ രീതിയിൽ നിങ്ങൾക്ക് പരോള് ലഭിക്കും. ജയിലിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഹിംസ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ ലളിതവൽക്കരിക്കാൻ വേണ്ടി നടക്കുന്നൊരു വലിയ ശ്രമമുണ്ട് ഇപ്പോൾ. അത് ആണ് ഈ കൊലപാതക പരമ്പരകളുടെയൊക്കെ പുറകിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ.
2012 നടന്ന ടി പി ചന്ദ്രശേഖരൻ്റെ വധം. ആ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിൽ നമുക്കറിയാം അതിക്രൂരവും ഈ പറഞ്ഞ പോലെ ഹീനവും നിഷ്ഠൂരവുമായിട്ടാണ് ടി പി ചന്ദ്രശേഖരനെ അന്ന് വെട്ടിയും കുത്തിയും കൊന്നത്. 51 വെട്ട് ടി പി ചന്ദ്രശേഖരനെ ഏറ്റെങ്കിലും അതിലേതാണ്ട് 40-45ഓളം വെട്ടുകൾ അയാളുടെ മുഖത്താണ് ഏറ്റത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ ഭരണകൂടം നടത്തിയത്. ആ കേസിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കുന്നു. അവസാനം അവർ ശിക്ഷിക്കപ്പെടുന്നു. കൊടും ക്രിമിനലുകളായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുന്നു. ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ശിക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവർക്കെല്ലാവർക്കും പരോൾ കൊടുക്കുകയാണ്. ആവശ്യം പോലെ പരോൾ കൊടുക്കുകയാണ്. അതിലെൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൽ 3 കുറ്റവാളികൾക്ക് ഏതാണ്ട് 1000-ലധികം ദിവസമാണ് പരോൾ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അവരനുഭവിച്ച ശിക്ഷയിൽ ഏതാണ്ട് ഒരു 3 കൊല്ലത്തിൽ കൂടുതൽ പരോള് അവർക്ക് നൽകിയിരിക്കുകയാണ്. ഹീനമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തുക, കൊലപാതക കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പണം ചെലവഴിക്കുക, അവസാനം ശിക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റവാളികൾക്ക് കോടതിയിൽ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകുക. ഇത് ടി പി ചന്ദ്രശേഖരൻ കേസിൽ മാത്രമല്ല, ഇപ്പോൾ പെരിയ ഇരട്ടക്കൊല കേസിലും ഇതുപോലെ തന്നെ CPM-കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടികൾ ചെലവഴിച്ചു. അവർ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ജയിലിന് മുന്നിൽ അവർക്ക് സ്വീകരണം കൊടുത്തു. ജയിലിലായി കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് പരോൾ കൊടുക്കാനുള്ള നീക്കം. അതുപോലെ തന്നെ ഷൊഹൈബ് വധക്കേസിലായിക്കോട്ടെ, ഷുക്കൂർ വധക്കേസിലായിക്കോട്ടെ, ഈ കേസുകളിലൊക്കെ തന്നെ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി പരസ്യമായിട്ടുള്ള ശ്രമം നടത്തുന്നു. കൊലയാളികൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൻ്റെ സ്പീക്കറായിട്ടിരിക്കുന്ന AM ഷംസീർ എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന TP കേസിലെ കൊലയാളിയുടെ മകളുടെയോ മകൻ്റെയോ കല്യാണത്തിന് പോയി പങ്കെടുത്ത ആളാണ് ഇന്ന് സ്പീക്കറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു വശത്ത് ഹിംസ എന്ന് പറയുന്ന വലിയ കാര്യമല്ല. ഇപ്പോൾ കൊലപാതകമാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വലിയ കാര്യമൊന്നും സംഭവിക്കാനില്ല.